ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോഫിയാണ്. നമ്മൾ ഈ വാർത്തയ്ക്കകത്ത് ഓരോ ദിവസവും ഓരോ മക്കളെയും അമ്മയും ചാവുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവർക്ക് എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ദിവസം ജോലി ചെയ്താൽ തന്നെ ഒരു കടയിലോ അല്ലെങ്കിൽ പഠിച്ച ഡിഗ്രി കൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഡിഗ്രി വെച്ചിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലാതെ എന്തൊക്കെ ജോലികളുണ്ടാവും, അല്ലെങ്കിൽ ബിസിനസ് മേഖലയായിട്ടോ അല്ലെങ്കിൽ കൃഷിയായിട്ടോ രണ്ട് കുഞ്ഞുങ്ങളെയും അവർക്ക് ജീവിച്ചു പോകുന്ന ലെവലിൽ. പക്ഷേ അതിൽ നിന്ന് കുറച്ച് ദിവസം ബുദ്ധിമുട്ടായിരിക്കും ജോലി ചെയ്യുന്നതിൻ്റെ. പിന്നെ അവർക്ക് അത് ഓട്ടോമാറ്റിക്കലായിട്ട് അവർ മനസ്സിനും ഒരു കൃഷി ചെയ്യുമ്പം തന്നെ മനസ്സിന് എന്തോ ഒരു സന്തോഷം. നമുക്കൊരു പൂ പിടിക്കുമ്പോഴത്തേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു കാ പിടിച്ച് നിൽക്കുമ്പോൾ അയ്യോ നമ്മൾ നട്ട കൃഷിയുടെ അതിൻ്റെ ഒരു ഫലം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം. നമ്മളറിയാതെ തന്നെ ആ ഒരു ലെവലിലോട്ട് നമ്മൾ പോകും. ഞാനൊക്കെ എൻ്റെ അനുഭവം വെച്ച് പറയുവാണെങ്കിൽ ഞാൻ ആദ്യം കൃഷിയിൽ ചീരയിൽ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പച്ചക്കറിയായി. പച്ചക്കറി കഴിഞ്ഞിട്ട് പശു, പോത്ത്, കട എല്ലാം. പിന്നെ ചിലവർ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചോദിക്കാറുണ്ട് ഞാൻ മീൻ ബിസിനസ്സാണോ ചെയ്യുന്നത്. അല്ല, മീനിൻ്റെ എല്ലാ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ പഠിക്കാനായിട്ട് ഇച്ചിരി നേരം എൻ്റെ രാവിലെ ഞാൻ കയറിക്കഴിഞ്ഞാൽ രാത്രി 11:30 ആവും ഞാൻ എൻ്റെ ജോലി കഴിയാൻ. അത് കഴിഞ്ഞ് ഇച്ചിരി നേരം മൊബൈലിൽ നോക്കും. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി വീണ്ടും രാവിലെ 6 മണിക്ക് വീണ്ടും എൻ്റെ ജോലിയിൽ വീണ്ടും ഞാൻ തുടരും. അന്നേരം ഞാൻ എൻ്റെ അനുഭവത്തിലാണെങ്കിൽ കഷ്ടപ്പാടുകൾ, ആൾക്കാരുടെ ആക്ഷേപങ്ങൾ, പരാജയങ്ങൾ എല്ലാം ഇതിനകത്തുണ്ടാവും. അത് നമുക്ക് മറ്റുള്ളവർ കുറ്റം പറയുമ്പോഴത്തേക്ക് നമുക്കതിന് ഊർജം നൽകുകയാണ് ചെയ്യുന്നത്. അവർ നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ അവർ പറഞ്ഞല്ലോ എന്തായാലും അവർ പറയും. അന്നേരം നാളെ നമുക്ക് ഇച്ചിരി കൂടെ ചെയ്യണമെന്ന് തോന്നും. അന്നേരം അവർക്ക് വിദ്യാഭ്യാസമുണ്ട്. എനിക്കൊക്കെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ചെറിയ വിദ്യാഭ്യാസമേ ഉള്ളൂ. എന്നിട്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു നമ്മൾ അധ്വാനിച്ച് ചെയ്യുന്ന ഒരു ജോലിക്ക് നമുക്ക് അത്രയ്ക്ക് സന്തോഷമാണ്. നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷങ്ങൾ നമുക്കുണ്ട്. ഇപ്പം പശു ആദ്യം കൃഷി ചെയ്തിട്ട് പിന്നെ പശുവിനെ വളർത്തി 5 പശുവിനെ മേടിച്ച് വളർത്തി സ്വന്തമായിട്ട് തന്നെ പശുവിനെ കറക്കുമായിരുന്നു. പിന്നെ ഓരോ വീടുകൾ പാലെല്ലാം കൊണ്ടുവച്ച് ഒരു മാസം എങ്ങനെ പോയാലും നമുക്ക് ആ ഒരു 5 പശു ഉണ്ടെങ്കിൽ 20,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന് പറ്റാത്തവർക്ക് കൃഷിയിലോട്ട് പോവാം. കൃഷിയും പറ്റാത്തവർക്ക് ഹോട്ടൽ ഫീൽഡ് എടുക്കാം. അതും ബുദ്ധിമുട്ടാന്ന് പറയുന്നവർക്ക് ബിസിനസ് മേഖല, വേറെ എന്തൊക്കെ ബിസിനസ് മേഖലകളുണ്ട്. പിന്നെ അതും പറ്റിയില്ലെങ്കിൽ അവർക്ക് ബില്ലിങ്, ഇങ്ങനെ ബില്ലിങ്ങൊക്കെ ജോലിക്ക് പോയാൽ ഒരു 10-15,000 രൂപ കുറഞ്ഞ ശമ്പളം. പിന്നെ സീനിയോറിറ്റി അനുസരിച്ചായിരിക്കും സാലറി കൂട്ടുന്നത്. അങ്ങനെയൊക്കെ വെച്ചായാൽ ഈ 2 പൊന്നു മക്കളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഇനിയെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കുഞ്ഞു മക്കളെയൊക്കെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവരെ ഒന്നും ഇങ്ങനെ ചെയ്യാതെ അധ്വാനിച്ച്, ആൾക്കാരുടെ എന്തായാലും ആക്ഷേപം നമുക്ക് ഉണ്ടാവും, അതിൽ നിന്ന് നിങ്ങൾ വലിയ വലിയ ഉയരങ്ങളിലോട്ട് നിങ്ങൾക്ക് പറ്റും. എൻ്റെ ഇത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ ആരുടെയും കയ്യിൽ നിന്നൊന്നും മേടിച്ചിട്ടൊന്നുമല്ല. നമ്മൾ അധ്വാനിച്ച് ഓരോ കാര്യങ്ങൾ നമ്മളുടെ വരുമാനത്തിൽ നിന്ന് ഇത്ര രൂപ വീതം ആക്കി വേണം നമ്മുടെ കാര്യങ്ങൾ. നമുക്കൊരു കണക്ക് കൂട്ടൽ കൂടെ അതിൻ്റെ കൂടെ വേണം. നമുക്ക് ലോൺ എടുത്തായാലും അല്ലാതെ നമ്മുടെ കയ്യിൽ വെച്ച് എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അധ്വാനിക്കുമ്പോൾ. അന്നേരം അധ്വാനത്തിൽ ഒരു വിഹിതം നമുക്ക് ലോൺ അടച്ചാൽ നമുക്ക് ലോൺ കിട്ടും, ഇന്നത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്കൊരു കണക്ക് കൂട്ടലിൽ കൂടെ മാത്രം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ല സ്വന്തം കയ്യിലെ കാശ് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പറ്റുമെന്നുള്ള ഒരു ഇതും വേണ്ട. പിന്നെ ഈ ലോൺ എടുത്തിട്ട് നമുക്ക് വലിയ ആർഭാടങ്ങളിൽ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ രീതിയിൽ പോകരുത്. ഈ ലോൺ എടുക്കുന്നത് അത് നമുക്ക് ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണം. ആ ഉപയോഗിക്കുന്ന കാശ് കൊണ്ട് നമുക്ക് അത് കടം തീർക്കാൻ പറ്റണം. പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം.
ടു വീലർ മേടിക്കണം, ഫോർ വീലർ മേടിക്കണം, വീട് വെക്കണം, വസ്തു മേടിക്കണം, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറെ ഒരു വ്യക്തിയുടെ ഓരോ കാര്യങ്ങൾ കൊണ്ടും അല്ല. എനിക്ക് നേടാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ഒരുവിധം എല്ലാം, ഒത്തിരി ചെയ്തിട്ടില്ലെങ്കിലും ഒരു 3/4% ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ ഇനിയെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ഏത് സഹോദരിയായാലും സഹോദരന്മാരായാലും ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊന്ന് നിങ്ങളും ആത്മഹത്യ, ജീവിതം ഇഷ്ടം പോലെ കിടക്കുക. ദൈവം എപ്പോഴാണോ വിളിക്കുന്നത് ആ സമയം നിങ്ങൾ പോവുക.